ഗവൺമെന്റിനെ ആക്രമിക്കുന്നവർ, മാധ്യമങ്ങൾ, വലതുപക്ഷ മാധ്യമങ്ങളിൽ ചിലർ, വർഗീയവാദികൾ, വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഇവരോട് ഞങ്ങൾ ചോദിക്കട്ടെ, 2023 സഖാവ് പിണറായി വിജയൻ ഗവൺമെന്റിനെതിരായി അർദ്ധസത്യങ്ങളും പുല്ലും പൊലയാട്ടും ഈ നാട്ടിൽ വിളിച്ചു പറയുന്നവരോട് ഞങ്ങൾ ചോദിക്കട്ടെ, ഈ 2.5 കൊല്ലം മുമ്പല്ല ഈ കേരളമുണ്ടായത്. 7 കൊല്ലം മുമ്പ് ഒരു കേരളമുണ്ട്. സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വരുന്നതിന് മുമ്പുള്ളൊരു കേരളം. ആ കേരളം ഏതായിരുന്നു? ഇവിടെ ഇപ്പോ പെൻഷന്റെ പേരിലും മറ്റു പലതിന്റെ പേരിലും കേരളീയത്തിന്റെ പേരിലും നവകേരള സദസ്സിന്റെ പേരിലുമെല്ലാം സഖാവ് പിണറായി വിജയന്റെ തന്തയ്ക്ക് വിളിക്കാനെല്ലാം ഈ നാട്ടിൽ ഇറങ്ങി വരുന്ന ഏരണം കെട്ട കോൺഗ്രസ്സുകാരുണ്ടല്ലോ, അവരോട് ഞങ്ങൾ ചോദിക്കട്ടെ, 7 കൊല്ലം മുമ്പ് ഒരു കേരളമുണ്ട്. ഏതായിരുന്നു ആ കേരളം? 12 മണിക്കൂർ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഉണ്ടായിരുന്ന കേരളം. 20 മാസത്തെ പെൻഷൻ കുടിശ്ശികയായ കേരളം. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും അവസരം ലഭിക്കാത്തതിന്റെ പേരിൽ ഇളം ചോരയും തലച്ചോറും പൊട്ടിയൊഴുകിയ രജനീയ സ്ഥാനന്തുമാരുടെ കേരളം. പ്രിയപ്പെട്ടവരെ, അവിടെ നിൽക്കുകയായിരുന്നില്ല. സരിതാ നായരും ശാലു മേനോനും ജോപ്പനും ജിക്കുമാനും സലീം രാജും അരയിൽ തുണിയില്ലാതെ അരങ്ങാടി തിമിർത്തൊരു കെട്ടകാലം ഈ കേരളത്തിലുണ്ടായിരുന്നു. മറന്നുപോകരുത്, ഈ നാട് മറന്നുപോകരുത്. അവിടെ നിന്ന് എങ്ങനെയാണ് ഇന്ന് കാണുന്ന ഒരു കേരളത്തിലേക്ക് ഈ കേരളം അടിവെച്ച് കടന്നു വന്നത്? ആ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന്റെ അവസാന കാലത്ത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ 140 മണ്ഡലങ്ങളിലേക്ക് വിപ്ലവ കേരളത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മതനിരപേക്ഷ വികസിത ജനാധിപത്യ കേരളം എന്ന മുദ്രാവാക്യവുമായി കടന്നു വന്നപ്പോ 140 മണ്ഡലങ്ങളിൽ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിലെ ആളുകളുമായി സംവദിച്ചുണ്ടാക്കിയ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ ഒരു 1/4 നൂറ്റാണ്ടിനപ്പുറം ഈ കേരളം എങ്ങനെ സഞ്ചരിക്കണമെന്ന ഒരു പരിപ്രേക്ഷ്യത്തിലൂന്നി 900 പദ്ധതികൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് കേരളത്തിലെ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ 91 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ ഈ കേരളത്തിലെ ഇടതുപക്ഷം അധികാരത്തിൽ വന്നു. അന്ന് നമ്മൾ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പൊ 4 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ്. 1 മാസത്തെ പെൻഷൻ ഇപ്പൊ കൊടുത്തു. 4 മാസത്തെ പെൻഷൻ കുടിശ്ശികയായപ്പോ ചട്ടിയും പാത്രം എടുത്തിറങ്ങുന്ന ചില ആൾക്കാരും ഇവിടെ നാട്ടിലുണ്ട്. പെൻഷനെ കുറിച്ച്, കുടിശ്ശികയെ കുറിച്ച് വല്ലാതെ വിഷമിക്കണ തള്ളണ കുറച്ച് കോൺഗ്രസും വലതുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ, മാധ്യമങ്ങളും ഇവിടെ നാട്ടിലുണ്ട്. 18ഉം 20ഉം മാസത്തെ പെൻഷൻ കുടിശ്ശികയായ ഒരു കാലത്ത് ഇവിടെ പെൻഷൻ വാങ്ങിക്കണ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും അവരുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും പാതയോരത്ത് എവിടെയെങ്കിലും ഇത് കേട്ടു നിൽക്കണമെങ്കിൽ വീട്ടിൽ പോയി ചോദിക്കണം. 18ഉം 20ഉം മാസത്തെ പെൻഷൻ കുടിശ്ശികയായ ഒരു കാലത്ത് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോ അതുവരെ വീട്ടിൽ പോസ്റ്റ്മാൻ കൊണ്ടുവന്ന പെൻഷനാ പെൻഷൻ 1980 45 രൂപ. ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യന് എല്ലും തോലും ഇങ്ങനെ ചുക്കിച്ചുളിഞ്ഞ് വീടിന്റെ കോലായിൽ ഒരു മൂലയിൽ ഇങ്ങനെ മുടക്കാച്ചരക്ക് പോലെ ഇരിക്കുമ്പോ മക്കളുടെ മുന്നിൽ കൈനീട്ടാതെ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ അവർ ചേറിലും ചെളിയിലും പണിയെടുത്തത് അവർക്ക് മാത്രം വേണ്ടിയല്ല, ഈ നാടിന്റെ അന്തപുരങ്ങളിൽ ഊട്ടിയുറക്കാനാണ് എന്ന സാമൂഹ്യ പ്രതിബദ്ധതയുടെ മാനവികതയുടെ അടയാളത്തിൽ സഖാവ് VK നായനാർ മുഖ്യമന്ത്രിയാകുമ്പോൾ ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മണ്ണിന്റെ മക്കൾക്ക് 45 രൂപ പെൻഷൻ. അവിടുന്ന് വർദ്ധിച്ചു. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോ 600 അത് ഈ 18ഉം 20ഉം മാസത്തെ കുടിശ്ശികയാണ്. ആ കാലം നിങ്ങൾ നോക്കൂ, ഇവര് പറഞ്ഞു ഇനി പോസ്റ്റ്മാൻ പെൻഷൻ കൊടുന്നേരില്ല, പോസ്റ്റ് ഓഫീസിൽ പോണം, അക്കൗണ്ട് തുടങ്ങണം. ഓട്ടോറിക്ഷ വിളിച്ചു, കൂട്ടിനാളെ കൂട്ടി പോസ്റ്റ് ഓഫീസിൽ പോയി അക്കൗണ്ട് തുടങ്ങി. മുത്തശ്ശന്മാർ മുത്തശ്ശിമാർ വീട്ടിൽ തിരിച്ചു വന്നപ്പോ ഇവര് പറഞ്ഞു അക്കൗണ്ട് പറ്റില്ല, നാഷണലൈസ് ബാങ്കിൽ അക്കൗണ്ട് വേണം, ആധാർ കാർഡായിട്ട് ലിങ്ക് ചെയ്യണം. ഇതിന് പോയി തിരിച്ചു വന്നപ്പോ ഇവര് പറഞ്ഞു ഇത് രണ്ടും പറ്റില്ല, നാഗലശ്ശേരി പഞ്ചായത്തിൽ വായോ, അവിടെ നിന്ന് ചെക്ക് തരാം. 600 രൂപയുടെ ചെക്ക് വാങ്ങിയിട്ട് അത് മാറാൻ ബാങ്കിൽ പോയി വരി നിന്ന് തലചുറ്റി ആയിരക്കണക്കിന് മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും വീണുപോയൊരു കാലത്ത് ഈ നാടിന്റെ തെരുവിൽ ഞങ്ങൾ ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റുകാർ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞു, ഇതാ അങ്ങോട്ട് നോക്കൂ, ഈ കേരളം ചുവക്കാൻ പോകുന്നു, കേരളം ചുവന്നു തുടുക്കും, ഇടതുപക്ഷം ഭരിക്കും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ മാസം പെൻഷൻ 1000 രൂപയാക്കും, കുടിശ്ശിക തീർത്തത് വീട്ടിലെത്തിക്കും, ഓരോ കൊല്ലം 100 രൂപ കൂട്ടും. ഇത് വലതുപക്ഷത്തിന്റെ വാക്കല്ല, ഇടതുപക്ഷത്തിന്റെ ഉറപ്പാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. ഈ കേരളത്തിൽ നടപ്പിലാക്കി. 15,000 രൂപ ഒന്നിച്ചെണ്ണി വാങ്ങിയ എത്ര പേർ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട്? സഹകരണ ബാങ്ക് ജീവനക്കാർ പ്രതിനിധികൾ വീട്ടിൽ വന്ന് 15,000 രൂപ, 2 ആള് പെൻഷൻ വാങ്ങുന്നോടത്ത് 30,000 രൂപ. പ്രിയപ്പെട്ടവരെ, 1100 ആൾക്ക് പെൻഷൻ കൊടുത്ത ആളാ ഞാൻ അന്ന്. 1100 പേർക്ക് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഞങ്ങളുടെ ബാങ്കിൽ നിന്നാണ് കൊടുത്തത്.
പ്രിയപ്പെട്ടവരെ, 15,000 രൂപ 45,000 രൂപ ഒരുമിച്ച് ഒരു വീട്ടിൽ പെൻഷൻ കൊടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്. 3 ആള് പെൻഷൻ വാങ്ങണ വീട്ടില് അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ പെൻഷൻ കൊടുത്തു. 100 രൂപ വെച്ച് കൂട്ടി അവസാനം 1,600 1,500 കൊണ്ട് 1,600 ഇപ്പൊ ഇവിടെ പെൻഷൻ എന്ന് പറയുന്ന ആളുകളോട് ഞങ്ങളുടെ ചോദ്യതാണ്, ഈ ലോകത്ത് പ്രിയപ്പെട്ടവർ അമേരിക്കയിലോ ജപ്പാനിലോ ഇറ്റലിയിലോ ലോകത്തെ വികസിത രാജ്യങ്ങളിൽ എവിടെയെങ്കിലുമോ ഈ ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങൾ എവിടെയെങ്കിലുമോ 62 ലക്ഷം ആളുകൾക്ക് 1,600 രൂപ പ്രതിമാസം എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം ഒരു ദിവസം 50 രൂപയിൽ കൂടുതൽ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പണിക്കും പോകാതെ വീട്ടിലിരിക്കുന്ന മഹാപാവങ്ങളായ മനുഷ്യർക്ക് പ്രതിദിനം 50 രൂപയിൽ കൂടുതൽ കരുതൽ വെക്കണ ഒരു നാട് ഈ ചെങ്കൊടി പാർന്ന കേരളം അല്ലാതെ ഈ ലോകത്തൊരു നാടുണ്ടോ? പെൻഷൻ എന്നുള്ള വാക്ക് പറയാൻ ഈ എരണം കെട്ട കോൺഗ്രസിന് എന്താണ് അവകാശം? അവർക്ക് എന്താണ് അവകാശം? 45 രൂപ പെൻഷൻ കൊടുത്തപ്പോ പ്രത്യുൽപാദനപരമല്ല എന്ന് പറഞ്ഞവർ, ചാത്തനും കാളിയും ഷാപ്പ് കൊണ്ടിട്ട് കള്ളു കുടിക്കും എന്ന് പറഞ്ഞവര്, അധികാരം കിട്ടിയപ്പോ ഒരു നയാ പൈസ വർദ്ധിപ്പിക്കാതെ കുടിശ്ശികയാക്കി വെച്ചോര്, പ്രിയപ്പെട്ടവരെ, അവർക്ക് ഈ നാട്ടിൽ പെൻഷൻ എന്ന് പറയാൻ എന്താ അധികാരം, എന്താ അവകാശം? BJP കാരൻ എന്താ അവകാശം? 1,600 രൂപ കൊടുക്കണേല് 200 രൂപ കേന്ദ്ര വിഹിതം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 24 മാസത്തെ കുടിശ്ശിക തരാതെ നിൽക്കണ ഈ സംഘിക്കുട്ടന്മാർക്ക് കേരളത്തിൽ പെൻഷൻ എന്ന് പറയാൻ എന്താണ് അവകാശം? നിങ്ങൾക്ക് എന്താ അവകാശം? നാട്ടിലെ ജനങ്ങളെ നുണ പറഞ്ഞ് പറ്റിക്കുന്നു നമ്മൾ കാണാൻ. കേരളം എങ്ങനെയാണ് ഈ കഴിഞ്ഞ 7 കൊല്ലത്തിൽ നിന്ന്, ഈ 7 കൊല്ലം മുമ്പുള്ള കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കേരളമായത്? ഈ 900 പദ്ധതികൾ ഇങ്ങനെ ക്രമനമ്പറിട്ട് ഇങ്ങനെ മുൻഗണന തീരുമാനിച്ച് നാട്ടിൽ നടപ്പിലാക്കി. കഴിഞ്ഞ 5 കൊല്ലം നമുക്ക് ഓർമ്മയില്ലേ? 99ന്റെ അഭിമാന വിജയം മാജിക് നടത്തി വന്നതല്ല. 99ന്റെ അഭിമാന വിജയത്തിലേക്ക് ഈ കേരളം പ്രിയപ്പെട്ടവരെ മുന്നോട്ട് പോയത് കഴിഞ്ഞ 5 കൊല്ലം ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ നാട്ടിലെ